ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മളെല്ലാവരും സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് വരുന്നത്. അങ്ങനെ വന്ന ഒരാളാണ് ഞാൻ. 6 വർഷത്തെ പ്രവാസ ജീവിതം എനിക്ക് കഷ്ടപ്പാടുകളായിരുന്നെങ്കിലും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ജോലിയൊക്കെ വിട്ട് 2 മാസം നാട്ടിൽ പോയി അടിച്ച് പൊളിച്ച് വീണ്ടും വിസിറ്റ് എടുത്ത് ഇങ്ങോട്ട് പോന്നു. ദേ പോയി എന്ന് പറഞ്ഞതുപോലെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും 2 മാസവും കഴിഞ്ഞു, ജോലിയൊട്ട് കിട്ടിയതുമില്ല. അങ്ങനെയൊന്നും തോറ്റു കൊടുക്കുന്നവരല്ല കേട്ടോ ഞങ്ങൾ അച്ചായന്മാർ. വീട് കോട്ടയാണെങ്കിലും ജനിച്ചതും വളർന്നതും ഹൈറേഞ്ചിലെ വളരെ മനോഹരമായ വെള്ളാരംകുന്ന് എന്ന സ്ഥലത്താണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. കൃഷിയും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് അന്ന് ഞങ്ങൾ ജീവിച്ചിരുന്നത്. പറയാനാണ് ഒരുപാടുണ്ട് കേട്ടോ, വേറൊരു വീഡിയോയിൽ അതെല്ലാം പറയാം. എന്നാണേലും തോൽക്കാൻ വേണ്ടിയല്ല നമ്മളെല്ലാം ജീവിക്കുന്നത്. UAE എന്നത് എൻ്റെ പോറ്റമയാണ്. ഒരുവിധം സേവിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ UAE. പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ, അങ്ങനെ പല പല തുള്ളികളായിട്ട് സേവ് ചെയ്താൽ നല്ലൊരു ലൈഫ് സെറ്റിൽഡാക്കാൻ ഇവിടെ സാധിക്കും. ഇത്രയും മനോഹരമായ ദുബായിയെ വളരെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ലാൻഡിങ്ങിൽ ഒടുക്കത്തെ സ്പീഡ് ഫീൽ ചെയ്തുകൊണ്ടാവണം പെട്ടെന്ന് വിശക്കാനും തുടങ്ങി. ഇത് ഞാൻ വിസിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ബഹ്റിനിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ ഒരു വീഡിയോ ആണ്. ഈ യാത്ര ഒറ്റയ്ക്കായിരുന്നുവെങ്കിലും സോളോ ട്രിപ്പൊന്ന് ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. വിസയും കിട്ടി തിരിച്ച് ദുബായിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇതൊക്കെ. ലാൻഡ് ചെയ്യുന്ന സമയം 8 മണിയാകാറായിരുന്നു വൈകുന്നേരം. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇറങ്ങിയത് കൊണ്ടാവണം നല്ലതുപോലെ വിശക്കാനും തുടങ്ങിയായിരുന്നു. വയറങ്ങ് തിത്തയും പാടാൻ തുടങ്ങി. ലാൻഡ് ചെയ്തിട്ട് വേണം എങ്ങോട്ടെങ്കിലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് തട്ടാൻ. അങ്ങനെ നേരെ കരാമയിലെ ഇക്കായ്സ് ഹോട്ടലിൽ പോയിട്ട് നല്ല പൊറോട്ടയും ചിക്കനും തട്ടിയിട്ട് യാത്രയിലെ വിശേഷങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് കൊടുക്കാതെ കെട്ടിയവനോടങ്ങ് തട്ടിവിട്ട് അബുദാബിയിലേക്ക് ഞങ്ങളങ്ങ് യാത്ര തിരിച്ചു. അപ്പോൾ ബായ്.